Hello, good morning. Good morning. Yes, let's start. Good morning once again. അടുത്ത നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ നിർത്തുന്നതിന് മുമ്പ് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോയി. അത് നെറ്റിന്റെ കണക്ഷൻ പോയതാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ശരിയല്ലേ? ആയിരുന്നോ? അങ്ങനെ തന്നെയാണോ? ഞാൻ തന്നെയാണോ ഇറങ്ങിപ്പോയത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നെറ്റ് കട്ടായി പോയോ? എന്തെങ്കിലും ഒന്നും മിണ്ടോ നിങ്ങള്? ആരെങ്കിലും ഒന്ന് മിണ്ടിയാ മതി. സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. അതെ, ക്ലാസ് കട്ടായി പോയത് ഞാൻ മിണ്ടാതെ ഇറങ്ങിപ്പോയിരുന്നല്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നു. കറക്റ്റ് നമ്മുടെ ക്ലാസ് തീരുന്ന സമയത്താണ് ആ നെറ്റ് കട്ടായി പോയത്. പിന്നെ നമുക്ക് 2-3 മിനിറ്റ് കണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ആ സമയത്ത് ഞാനപ്പോ അത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പൊ പറയാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ക്ലാസ് ഒരെണ്ണം അവസാനിപ്പിച്ചിരുന്നു. ഏത് ചാപ്റ്ററാ തീർത്തത്? പറയും, ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നേ? ചാപ്റ്റർ 3 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. വെരി ഗുഡ്. ചാപ്റ്റർ 3 ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ. ആ ഒരു ചാപ്റ്റർ തീർത്തു. നമ്മള് ലാസ്റ്റ് വരെ തീർത്തതിന് ശേഷമാണ് നെറ്റ് കട്ടായതും നമ്മൾ ക്ലാസ്സിൽ നിന്ന് പോയതും, ലെഫ്റ്റ് ആയി പോയതും. ക്ലിയർ ആണല്ലോ? സോ വി ഹാവ് ടു സ്റ്റാർട്ട് അനദർ ചാപ്റ്റർ. അടുത്തൊരു പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്നതായിരിക്കും എന്നൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നെറ്റ് പോയി. പിന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ പോകാൻ പോകുന്നത് അടുത്തൊരു ചാപ്റ്ററിലേക്കാണ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് മൊഡ്യൂൾ ആണ്, അവസാനത്തെ ചാപ്റ്റർ ആണ്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. കിട്ടിയോ ചാപ്റ്റർ? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അല്ലെങ്കിൽ എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഒക്കെ ഏതായാലും കണക്ക് തന്നെ. മനസ്സിലായോ നിങ്ങൾക്ക് ചാപ്റ്റർ ഏതാണെന്ന്? അടുത്തൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുമ്പോ ഇനിയിപ്പൊ പഴയത് തന്നെയാണോ? അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ ഇന്ന് കയറാത്തവര് അടുത്ത ക്ലാസ്സിൽ കയറുമ്പോ ഇത് ഏത് ചാപ്റ്റർ ടീച്ചർ എടുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ചിലരോട് വിളിച്ചൊക്കെ ചോദിക്കും, ഇന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ അല്ല, അടുത്ത ചാപ്റ്റർ വേറെ എവിടെ നിന്നൊക്കെയോ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതൊന്നും അല്ല. ഓരോ ടീച്ചേഴ്സും അവരവരുടെ ഒരു ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ എടുത്ത ഒരു ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 3 ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ എല്ലാവരും അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസത്തെയും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം, അതിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ആ എടുത്ത ഭാഗങ്ങൾ 2 പേര് ഓരോ ദിവസവും ഓരോ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ ഓരോരുത്തർ എടുക്കുന്നത് ചിലപ്പോൾ എടുക്കുമ്പോൾ 2 പേജ് ആയിരിക്കാം, ചിലപ്പോൾ 2.5 പേജ് ആയിരിക്കാം, ചിലപ്പോൾ 1.5 പേജ് ആയിരിക്കാം. ഇത് നിങ്ങളുടെ ഒരു പുതിയ ടോപ്പിക്കും പുതിയൊരു കോഴ്സും ആയതുകൊണ്ട് ചില ആളുകൾക്ക്, സയൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ ജ്ഞാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ 1.5 പേജ് ഒക്കെ എടുക്കണ്ടുള്ളൂ. അത്രയും 1.5 പേജ്, മാക്സിമം 3 എങ്കിലാവട്ടെ. ഈ 3 പേജസ് തന്നെ ഒരു 2-3-4-5 ആവർത്തി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കാം. അല്ലാതെ എന്താണ് ഇന്ന് എടുത്ത ഭാഗത്തെ വേഗം തന്നെ മോക്ക് ടെസ്റ്റിന്റെ 5 ക്വസ്റ്റ്യൻ കണ്ടു, അത് ചോദ്യം വായിച്ചു, അതിന്റെ വാക്ക് വരുന്ന എന്താ പറയാ സെന്റൻസ് വരുന്ന എവിടെയാണെന്ന് തപ്പി നോക്കി ആൻസർ കൊടുത്തു, നമ്മുടെ ബാധ്യത കഴിഞ്ഞു. അങ്ങനെ ആവരുത്. നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഹൗ ക്യാൻ വി മാനേജ്,
കോർഡിനേറ്റ്, schedule their activities. എംപ്ലോയീസ് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നമ്മൾ. അവരെ മാനേജ് ചെയ്യേണ്ടതാണ്. ഫ്രം ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ്, അവിടുത്തെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി, റിക്രൂട്ട്മെന്റിന് സമയം തുടങ്ങിയല്ല, പ്രീ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് till the time of the retirement of that particular employee. ഒരു എംപ്ലോയി തിരിച്ച് എന്താ പറയാ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സസ്, മാൻ പവർ ഹാവ് ടു ബി മാനേജ്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അതിന്റെ ഉള്ളിലുള്ളതെന്നും കൂടി നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഗോ ത്രൂ ദ ടോപ്പിക്സ്. ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് നന്നായി വായിച്ചു നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാകരുത് നമ്മളുടെ പഠിത്തം. ആഫ്റ്റർ ഓൾ ഇത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ്, പ്രാക്ടിക്കൽ നോളജ് എന്താ പറയാ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വായിച്ചു നോക്കുന്നത്. ഇതെല്ലാം വന്നിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയം വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററിലേക്കാണ്. 6th ചാപ്റ്റർ, ദാറ്റ് ഈസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. What do you mean by grievance? Grievance, employee grievance. അതാണ് ഇതിങ്ങനെ ഒരു ഇത്ര പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. This chapter is divided into the first part, grievance handling. Grievance handling എന്ന് പറയുന്ന ഒരു പാർട്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന അടുത്ത പാർട്ട്, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത് മറ്റൊരു പാർട്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ 3 കാര്യങ്ങളാണ് എന്താ പറയാ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. We can say it as chapters. ഈ മൊഡ്യൂളിൽ ഇങ്ങനെ ഇന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. So, employee grievance. What do you mean by grievance? Grievance is the term which is referring such as dissatisfaction or discontentment. അതായത് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് വെച്ചാൽ എന്താ, തൃപ്തിക്കുറവ്. ഡിസ്കണ്ടന്റ്മെന്റ് രണ്ടൊന്നും തന്നെ മീനിങ് ഒക്കെ ഏകദേശം അല്ലെ. അതായത് സംതൃപ്തി കുറവ് സൂചിപ്പിക്കുന്നു ഏതിനെ, ഗ്രീവൻസിനെ. On the part of the employees while they are doing some work in an organization. ഒരു ഓർഗനൈസേഷനിൽ തന്റെ എംപ്ലോയിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് when the employees feel a type of dissatisfaction or discontentment, it is termed as grievance. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീവൻസ് വിളിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, and if I am not contented, that means എന്താ contented, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് എന്തൊക്കെയോ തൃപ്തിക്കുറവുണ്ട്. മെനി മാറ്റേഴ്സ്, അതിന് ഒത്തിരി കാരണങ്ങൾ ചിലപ്പോ അതിനകത്ത് ഉണ്ടായിരിക്കാം. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്, വർക്കേഴ്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, സിറ്റുവേഷൻസ് പ്രൊവൈഡഡ് ഫോർ മീ, എനിക്ക് ജോലി ചെയ്യാൻ തന്നിരിക്കുന്ന ചുറ്റുപാടുമായി ബന്ധപ്പെട്ട്, എനി അതർ മാറ്റേഴ്സ്, മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് ദ എംപ്ലോയി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ ഒരു ഫീലിംഗ് ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീവൻസ് എന്ന് വിളിക്കുക. ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലായോ? നമ്മൾക്ക് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് സോ സാറ്റിസ്ഫൈഡ്, ഒരു ജോലി നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ജോലിയായാലും ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി, അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ജോലി കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് വി എക്സ്പെക്ട് സംതിങ് ഫ്രം ദാറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ബൈ ഒബ്റ്റെയിനിങ് എ ജോബ്. ഒരു ജോലി കിട്ടുമ്പോൾ വി എക്സ്പെക്ട് ആ പേഴ്സണൽ ഗ്രോത്ത്, നമ്മളുടെ ഒരു വ്യക്തിപരമായ ഒരു വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് അവർ സ്കിൽ, നോളജ്, നമ്മൾ അത്രയും നാൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് കാണിച്ചു തന്ന ചില ടെക്നിക്കൽ പ്രാക്ടിക്കൽ ടൂൾസ് അതൊക്കെ കണ്ട് പഠിച്ചത് വി ആർ ഗോയിങ് ടു അപ്ലൈ. നമ്മളത് എന്ത് ചെയ്യാണ്, പ്രാവർത്തികമാക്കാൻ വേണ്ടി പോകുകയാണ് ജോലി കിട്ടി കഴിയുമ്പോൾ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് സാറ്റിസ്ഫൈഡ് ഓർ ഹാപ്പിലി, നമ്മൾ സന്തോഷത്തോടെ ചെയ്യണം അല്ലെ. എന്ത് ജോലിയും സന്തോഷത്തോടെ ചെയ്യണം എന്നതാണ് എന്ത് പറയാ, സാറ്റിസ്ഫാക്ഷൻ തരിക നമുക്ക്. ഞാൻ കൃത്യമായിട്ട് തൃപ്തികരമായിട്ട് എന്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ദ എംപ്ലോയീസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഓൺ വിത്ത് ദെയർ ജോബ് ആൻഡ് ഓൾസോ ഇൻ ദ ഓർഗനൈസേഷൻ. ജോലിയുമായി ബന്ധപ്പെട്ടോ ഓർഗനൈസേഷനിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ചിലപ്പോൾ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ വരാറില്ല, തൃപ്തിക്കുറവ് സംഭവിക്കാറുണ്ട്. ആ ഒരു ഫീലിംഗ്, അതിനെയാണ്, ആ ഒരു തോന്നലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീവൻസ് എന്ന് വിളിക്കുക. എന്താണ് ഗ്രീവൻസ് എന്ന് മനസ്സിലായോ? അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കാണ്, ഒരു തൃപ്തിയില്ലാതെ എനിക്ക് എന്തെങ്കിലും ആ തൃപ്തിക്കുറവിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ റീസൺ, മേ ബി ഇനി എന്തെങ്കിലും റീസൺ ഉണ്ടാകാം. ആ റീസൺ കൊണ്ട് ഞാൻ വലിയ തൃപ്തിയില്ലാതെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ വെറുതെ ഒരു മണിക്കൂർ തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നു അല്ലെ. അത് എന്ന് പറയുന്നത് ഒരു
എന്താ പറയാ ഗ്രീവാൻസ് ആണ്. അതിന്റെ കാരണങ്ങളും മറ്റൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒന്നങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, ഈ പറയുന്ന ഗ്രീവാൻസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് കംപ്ലൈന്റ് from the part of the employee. And if they have, you see, if the employees working in an organization have some complaints regarding their working conditions, maybe their payment regarding wages or salary compensation related ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതർ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മേ ദ എംപ്ലോയീസ് മേ കംപ്ലൈന്റ് ഇറ്റ് ടു ദ മാനേജ്മെന്റ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി എംപ്ലോയീസ് എന്ത് ചെയ്യും, അത് നമ്മുടെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അല്ലെ. അപ്പൊ അതൊരു കംപ്ലൈന്റുകളായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അവരെ ഇൻഫോം ചെയ്യാനോ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും അല്ലെ. ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇഫ് ദ ടീച്ചേഴ്സ് ഹാവ് സം കംപ്ലൈന്റ്സ് ഓർ സജഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഉണ്ട്, ഇത് കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ട് എംപ്ലോയീസ് വളരെ കൃത്യയോടെ ജോലി ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം എന്നുള്ള കാര്യങ്ങൾ ഇഫ് യു ആർ സജസ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലൈന്റ് രൂപത്തിൽ മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ ദ മാനേജ്മെന്റ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത് മാനേജ്മെന്റിന്റെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് കാര്യമാണ്. കാരണം after all, നമുക്കറിയാം the employees working in an organization is to achieve the organizational goals. ഇതിനു വേണ്ടിയിട്ട് അവർ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ എല്ലാ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയില്ല, അതിനു വേണ്ടിയിട്ട് ആ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഓരോ എംപ്ലോയീസും അതിന് വേണ്ടിയിട്ട് അവരുടെ പങ്ക് കൃത്യമായി വഹിച്ചാൽ മാത്രമാണ് ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്സ്, ലാഭം ഭയങ്കര എന്താ പറയാ ഞാൻ ഇത്ര ടാർഗറ്റ് ആണ് വെച്ചേക്കണേ, ഒരു 10 ലക്ഷം രൂപ ഈ ഒരു വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോൾ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ദ വർക്കേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫ്, മാനേജ്മെന്റ്, എവറിബഡി ആർ വർക്കിംഗ് ടുഗദർ. അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പോ ആ ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? should be satisfied. The employees have to perform their job satisfied, enthusiastically, happily. വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെയാണ് ജോലി ചെയ്യേണ്ടത്. And in between, if the employees have some complaints, it should be notified to the management. And if the management neglects such informations or suggestions, അല്ലെങ്കിൽ കംപ്ലൈന്റ്, പക്ഷെ മാനേജ്മെന്റിൽ നമ്മളിങ്ങനെ അറിയിക്കുമ്പോൾ അവരത് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല, നെഗ്ലക്ട് ചെയ്യണം, അത് കുഴപ്പമില്ല, അത് പിന്നെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്താങ്ങി അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ they feel, എന്ത് അവർക്ക് തോന്നും, എംപ്ലോയീസ് ഫീൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം പോലെ അവർക്ക് തോന്നും. ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ഇന്ന കാര്യം സൂചിപ്പിച്ചു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അത് അവര് പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മളോടുള്ള ഒരു വിവേചനം പോലെ, ഏതെങ്കിലും പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനോട് തോന്നുന്ന ഒരു വിവേചനം പോലെ, അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിലേക്ക് കടന്നുപോകും. അങ്ങനെ കടന്നുകൂടിയാൽ അത് എന്തിലേക്ക് നയിക്കും? അതിങ്ങനെ അവിടെ കിടന്ന് വളർന്നുകൊണ്ടേയിരിക്കും അല്ലെ. ആ തരത്തിലുള്ള ഫീലിംഗ് ഇറ്റ് ഗ്രോസ്, അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഇറ്റ് ഗ്രോസ്. അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതും കൂടി ഇറ്റ് വിൽ ഫോം ടൈപ്പ് ഓഫ് ഗ്രീവാൻസ്. അതെന്തിലേക്ക് നയിക്കും? ഗ്രീവാൻസിലേക്ക് എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ ഈ പറയുന്ന തൃപ്തിക്കുറവിലേക്ക് നയിക്കും. നമ്മൾ എന്തെങ്കിലും സജഷൻസ് പറയുന്നു ആൻഡ് മാനേജ്മെന്റ് നമ്മൾ അതിന്റെ കേട്ടിട്ട് ശരി നമുക്കതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാം, അങ്ങനെ ഒരു കാര്യം നമ്മൾ എംപ്ലോയീസിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നു. സോ ഇറ്റ് വിൽ ഗിവ് കണ്ടന്റ്മെന്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. ആ ഒരു വാക്ക് കേൾക്കുക അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് അവരോട് ഇൻഫോം ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അപ്പൊ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയി. അതല്ല നമ്മളത് ശരി നമുക്ക് നോക്കട്ടെ, ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അങ്ങനെ ഒരു അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ അത് അവിടെ കിടന്ന് വളർന്ന് എന്താകും? ഇറ്റ് വിൽ ടേക്ക് ദ ഫോം ഓഫ് ഗ്രീവാൻസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് സ്വീകരിക്കാം. സോ it is very necessary to deal with the dissatisfaction or discontentment of the employees. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എത്രയും പെട്ടെന്ന് എംപ്ലോയീസിന്റെ ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് പരിഗണിക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ഡ്യൂ കൺസിഡറേഷൻ. അവർക്ക് അതിനുള്ള പരിഗണന കൊടുക്കണം ഗ്രീവാൻസ് മാനേജ് ചെയ്യാനുള്ള. ഗ്രീവാൻസിനെ കൃത്യമായി മാനേജ് ചെയ്യുക. Grievance means the collective complaint of the employees. എംപ്ലോയീസിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ, അവരുടെ തൃപ്തിക്കുറവ്, അതിനെയാണ് നമ്മൾ ഗ്രീവാൻസ് എന്ന് വിളിക്കുക. അപ്പൊ
In an organization, there should be a grievance management procedure. അപ്പൊ എന്ത് വേണം? ഒരു ഓർഗനൈസേഷനിൽ തീർച്ചയായും ഇത്തരം പരാതികളും പരിഭവങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള ഒരു മാനേജ്മെന്റ് പ്രൊസീജിയർ നെസസറിയാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ എംപ്ലോയീസിന് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹാവ് ടു ബി ഡെൽറ്റ് വിത്ത് ആസ് സൂൺ ആസ് പോസിബിൾ. അതിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ അവിടെ കിടന്ന് അവരെല്ലാവരും കൂടി ഇങ്ങനെ പലതും പറഞ്ഞ് പെരുക്കി കുഞ്ഞ് ഒരു കാര്യത്തെ വികസിപ്പിച്ച് വലിയൊരു എന്താ പറയുക ഇഷ്യൂ, വലിയൊരു പ്രോബ്ലം ആക്കി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദ ഗ്രീവൻസ് ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ എനി വേ നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വഴിയായിട്ട് ഇൻഫോം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ നമ്മളത് മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള നെസസറി സ്റ്റെപ്സ് ഹാവ് ടു ബി ടേക്കൺ ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കുക. അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ വിത്ത് വിച്ച് ദ മാനേജർ ഡീൽസ് വിത്ത് എംപ്ലോയീസ് ഗ്രീവൻസ്. എംപ്ലോയീസിന്റെ ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസ്കണ്ടന്റ്മെന്റിനെ എങ്ങനെയാണ് മാനേജേഴ്സ് ഡീൽ ചെയ്യുന്നത്, ആ ഒരു മാനേജ്മെന്റ് പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടാകും. നമുക്കറിയാം എത്ര നല്ല രീതിയിൽ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ദ എംപ്ലോയി മേ ഹാവ് ഗ്രീവൻസസ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകും. എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ തൃപ്തികരമാക്കുന്ന രീതിയിൽ സോൾവ് ചെയ്തില്ല എങ്കിൽ there will take the form of grievance. തീർച്ചയായും എംപ്ലോയീസിന്റെ ഇടയിൽ കംപ്ലൈന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താവണം? എംപ്ലോയീസിനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആക്കാൻ, അവര് നല്ല എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാൻ, സന്തോഷത്തോടെ ജോലി ചെയ്യാൻ, ആൻഡ് വിച്ച് മേക്സ് ബെറ്റർ റിസൾട്ട്സ്. അങ്ങനെ അവർ നല്ല കൃത്യമായ രീതിയിൽ അങ്ങനെ ജോലി ചെയ്താലാണ് ബെറ്റർ റിസൾട്ട്സ് ഓർഗനൈസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഗ്രീവൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഷുഡ് ബി ദർ. അത് ഉണ്ടായിരിക്കണം ഏത് ഓർഗനൈസേഷനിലും. ഓക്കെ, അപ്പൊ ഗ്രീവൻസ് മാനേജ്മെന്റ് മേക്സ് എന്താണ് അതിനൊരു എന്താ പറയാ ഇറ്റ് മേക്സ് ടു പ്രൊമോട്ട് ദ പ്രോബ്ലംസ് ഓഫ് ദ നമ്മുടെ എന്താ പറയാ വരാനിരിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പരിഹരിക്കാനും മാനേജ് ചെയ്യാനും ഗ്രീവൻസ് മാനേജ്മെന്റ് സാധിക്കുന്നു. ആൻഡ് വീണ്ടും പറയാണ്, വിത്തൗട്ട് എനി ഗ്രീവൻസ് മാനേജ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു ഗ്രീവൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഇല്ല എങ്കിൽ എന്ത് പറ്റും? It's impossible to deal with the employees' problems. അതായത് ഗ്രീവൻസുകൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡീൽ ചെയ്യാൻ നോക്കണം. അതില്ല എങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനോ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനോ അവർ പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. അത് അവിടെ കിടന്ന് നടന്നോളും, എംപ്ലോയീസ് അല്ലേ ചെയ്തോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നറിയാമോ? അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് വളരെ ഡേഞ്ചർ ആണ്. എന്താ? എംപ്ലോയീസ് തൃപ്തികരമായിട്ട് ജോലി ചെയ്തില്ല എങ്കിൽ ഡേഞ്ചർ ബിഹൈൻഡ് ഇറ്റ്, അതിന് പിന്നിലുണ്ടാകുന്ന വലിയ അപകടം നിറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാമോ? പെർഫോമൻസ് ലെവൽ കുറയും. റിഡക്ഷൻ ഇൻ ദയർ പെർഫോമൻസ് ലെവൽ. അല്ലെ, ഞാൻ ചോദിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഐ ഹാവ് സം കംപ്ലൈന്റ് റിഗാർഡിംഗ് ദിസ്, ഇന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്, and it is not solved by the management അത് സോൾവ് ചെയ്തിട്ടില്ല, അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രതിഫലിക്കും ഇല്ലേ? നമുക്ക് തൃപ്തികരമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്തയാണ്, എന്ത്? നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ട് there is no solution for it, അതിനൊരു പരിഹാരമില്ല എന്നൊരു ചിന്ത അവിടെ കിടന്ന് എംപ്ലോയീസിന്റെ ഇടയിൽ ചിന്തിക്കും. മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും ഷെയർ ചെയ്ത് ആ പ്രശ്നത്തെ വലിയ വഷളായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ റിഫ്ലക്ട് ചെയ്യും. ഇത്രയൊക്കെ ചെയ്താൽ മതി, ഓക്കെ, ആ ഒരു മൈൻഡിലേക്ക് മനുഷ്യന്മാർ പോകും ഇല്ലേ? തീർച്ചയല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ വി ആർ മാനേജിങ് എ ഹൗസ്, ഒരു വീടിനെ മാനേജ് ചെയ്യുന്നവരാണ് ഒരു ഭൂരിഭാഗം വീട്ടമ്മമാരും അല്ലേ? ഞാൻ വീട്ടമ്മമാരെ കുറിച്ച് പറയാനുള്ള കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിരിക്കുന്നത് മിക്കവാറും പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ജോലി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ? ജോലിക്ക് പോയി വരുന്ന ഭർത്താവിനും പഠിക്കാൻ പോയി വരുന്ന കുട്ടികളെ മാനേജ് ചെയ്യുന്നു. വീട്ടില് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും ശുശ്രൂഷിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി സമയത്തിന് ചെയ്തു കൊടുക്കണം. അവർക്ക് സമയം തെറ്റി അവർ ഭയങ്കര പങ്കില്ല, അവർ സമ്മതിക്കില്ല ഒന്നിനും അല്ലെ? അതിനെ ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം വീട് വൃത്തിയാക്കണം, വീടിന്റെ ചുറ്റുപാട് വൃത്തിയാക്കണം. ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് വേണ്ട ഫുഡും മറ്റു കാര്യങ്ങളും കൃത്യസമയത്തിന് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു, വളരെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യും. എങ്ങനെയാണെങ്കിൽ
if our needs are satisfied by the others in our house. നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളും ഇടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളും അത് എന്ത് ചെയ്യുകയാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ ഓക്കെ കൃത്യമായിട്ടെല്ലാം ചെയ്യും അല്ലെ? അങ്ങനെയല്ലേ? അതല്ലാതെ അവരുടെ കാര്യങ്ങൾ മാത്രം നടത്തി കൊടുക്കുന്നു. എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ നമ്മൾ ഇന്ന ഒരു കാര്യം സജസ്റ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടല്ലേ അങ്ങനെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ ഇറ്റ് വിൽ ഫീൽ, നമ്മൾക്കത് ശരിയായിട്ടും ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ള പ്രവൃത്തിയിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. എന്നാലും നമ്മൾ ആ കാര്യം ചോദിച്ചിട്ട് എന്ത് ചെയ്തില്ല, സമ്മതിച്ചു തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുവാദം തന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് അത് ഒരാവശ്യത്തെ അത് കൺസിഡർ ചെയ്തില്ല, ആ ഒരു ഫീലിംഗ് ഒക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടന്ന് ചിലപ്പോ സങ്കടമായിട്ടോ എന്താ പറയാ ദേഷ്യമായിട്ടോ അങ്ങനെ പ്രതിഫലിക്കും. അങ്ങനത്തെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ് വാട്ട് വി ആർ ഡൂയിങ്. അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലോ മറ്റേതിലൊക്കെ അത് പ്രതിഫലിക്കും. ചിലപ്പോൾ ചിപ്പ് കൂടിപ്പോകും, മുളക് പൊടി എന്താ പറയാ എരിവുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് റിഫ്ലക്ട് ചെയ്യും അല്ലെ? അങ്ങനെയല്ലേ സാധാരണ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെ? അങ്ങനെയൊന്നുമല്ല, അതുങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഫീലിംഗേ നമ്മുടെ മനസ്സിലുണ്ടാവില്ല, സങ്കടവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, അങ്ങനെ ചെയ്തു പോകുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഒരു മോട്ടിവേഷൻ നമുക്ക് അവിടെ നിന്ന് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നാൾ നീ ഇവിടെ ഇങ്ങനെ ഇന്ന് ഫുള്ളും അല്ലെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ അല്ലെങ്കിൽ ഈ മാസം മുഴുവൻ ഫുഡ് കുറെ എല്ലാവർക്കും ഉണ്ടാക്കി നമുക്ക് ഒരു ദിവസം പുറത്തു പോയി കഴിയാം. ഓക്കെ, അത് ഓക്കെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നല്ല നല്ല ഫുഡൊക്കെ അവർക്ക് കൊടുക്കും. കാരണം എന്താ, മാസത്തിലെത്തിയില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടല്ലോ അവര്, ആ സാറ്റിസ്ഫാക്ഷൻ. Likewise, അതുപോലെ തന്നെ in an organization, the employees have to be satisfied to perform efficiently and effectively. Employees അവരുടെ ജോലിയും കൃത്യമായി പെർഫോം ചെയ്യണം, എഫിഷ്യന്റ് ആയി പെർഫോം ചെയ്യണമെങ്കിൽ അവർക്കും അവരുടേതായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം. For that particular purpose, grievance management is very necessary in an organization. അതിനു വേണ്ടിയിട്ട് അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർക്കാനുള്ള ഒരു നല്ല ഗ്രീവൻസ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അവരെ ഗ്രീവൻസ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ we cannot deal their problems. എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ we cannot respond to them. അവരോട് നമുക്ക് എന്തെങ്കിലും പറയാനോ പറ്റില്ല. കാരണം അവരെ ആവശ്യം ഉന്നയിച്ചു, പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരോട് ഇനി എന്ത് കാര്യം പറയാനാ, ചെന്നാലും മതി അല്ലെ? അപ്പൊ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സോ ഗ്രീവൻസ് മാനേജ്മെന്റ് plays an important role to make an organization more effective and the relationship between the members or among the workers and management more effective. ഒരു ഓർഗനൈസേഷനെ ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനും ഓർഗനൈസേഷനിലെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ എന്താ പറയാ കൊണ്ടുപോകാനും ഒക്കെ ഒരു ഗ്രീവൻസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് യു ഹാവ് ടു അണ്ടർലൈൻ ദ സെന്റൻസസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് ഓക്കെ. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. an employee has a complaint and is neglected. ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് കംപ്ലൈന്റ് ഉണ്ടാകുകയും എന്നാൽ അത് നിരസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ he or she will have a feeling of injustice and discrimination. അല്ലെ? എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ മനസ്സിൽ എന്ത് ചിന്ത വരും? ഡിസ്ക്രിമിനേഷൻ, വിവേചനം, ഇൻജസ്റ്റിസ്, അനീതി എന്ന ചിന്ത വരും. ന്യായമായ ഒരു കാര്യം എംപ്ലോയീസ് ഉന്നയിക്കുമ്പോൾ അല്ലെ, മോളിൽ പോയിട്ട് ചന്ദ്രനെ പിടിച്ചു കൊടുക്കാനല്ല പറയുന്നത്. അവരുടേതായ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ മാനേജ്മെന്റിന് പറ്റണം. അല്ല എങ്കിൽ അത് പറ്റിയില്ല, അവരത് നെഗ്ലക്ട് ചെയ്യുന്നു, നിരസിക്കുന്നു, പറ്റില്ല, ഇതിങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന രീതിയിലാണെങ്കിൽ എംപ്ലോയീസിന്റെ മനസ്സിലുണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ. അതാണ് പറഞ്ഞേക്കുന്ന സെന്റൻസ്. ക്ലിയർ ആയല്ലോ? അടുത്ത സെന്റൻസ് ആ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് ബോൾഡ് ആയിട്ടിരിക്കുന്ന സെന്റൻസ്. Grievance management is the procedure through which the manager deals with the grievances of his employees during his service. Middle part of the paragraph il കാണുന്നുണ്ട്. കിട്ടിയോ? കണ്ടല്ലോ? And the last sentence, so grievance management plays an important role in making organizational working relationships effective. Thus എന്ന വേർഡ് വേണ്ട, അല്ലാതെ ഉണ്ട് ബാക്കിയുള്ള ഭാഗം. ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആയോ? നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മതി. മനസ്സിലായില്ലേ കാര്യങ്ങൾ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പാരഗ്രാഫായിട്ട് അവിടെ കിടക്കുന്നത്. യു ജസ്റ്റ് റീഡ് ഇറ്റ്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. And there are some definitions given by different great people
ഫോർ ഗ്രീവാൻസ്. ഗ്രീവാൻസിന് വേണ്ടിയിട്ട് ചില മഹത് വ്യക്തികൾ നൽകിയ ചില ഡെഫിനിഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്ന കുറച്ച് ആളുകളുടെ പേരാണ് കീത്ത് ഡേവിസ്, പ്രൊഫസർ ജൂസിയസ് ഡേ യോദർ, പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒക്കെ കുറച്ച് ഡെഫിനിഷൻസ്, ഇതൊക്കെ എന്താ പറയാ എംപ്ലോയീസിനെ കുറിച്ച്, ഓർഗനൈസേഷനിലെ ലേബർ ഫോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച വ്യക്തികളാണ്. അവരാണ് കുറച്ച് ഡെഫിനിഷൻസ് ഗ്രീവാൻസിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ what are they. ഡെഫിനിഷൻ ആയതുകൊണ്ടും ഡെഫിനിഷൻസിലെ വള്ളിപുള്ളി നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്തത് കൊണ്ടും ഐ ജസ്റ്റ് റീഡ് ഇറ്റ്. According to Keith Davis ആണ് ഫസ്റ്റ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഗ്രീവാൻസ് ഈസ് എനി റിയൽ or imagined feeling of personal injustice which an employee has concerning his employment relationship. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ഗ്രീവൻസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി റിയൽ ഓർ ഇമാജിൻഡ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ചിലപ്പോൾ റിയൽ ആയിരിക്കാം. ഇപ്പൊ നമ്മളുടെ ഞാൻ പറയട്ടെ, എംപ്ലോയീസിന്റെ ഇടയിൽ ഇത്തരം പരാതികളും പരിഭവങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ചിലപ്പോ യാഥാർത്ഥ്യമായ എന്തെങ്കിലും കാര്യത്തെ സംബന്ധിക്കുന്നതായിരിക്കാം. ചിലപ്പോഴോ ഇമാജിൻ വെറുതെ നമ്മൾ മനസ്സിൽ കരുതി കൂട്ടി വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചെടുത്തത് ഒരു കാര്യം, ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ലൈക്ക് എ കോയിൻ അല്ലേ? അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് പക്ഷം ഉണ്ട് അതിന് അല്ലേ? രണ്ട് കാര്യമുണ്ട്. ചില ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും, ചില ആളുകൾ അതിനെ നെഗറ്റീവായിട്ടും എടുക്കും. അങ്ങനെയുണ്ട് അല്ലെ? ഇതിന് രണ്ടിലും മധ്യസ്ഥയില്ലാത്ത ഒരു പക്ഷവുമുണ്ട്. ചില കാര്യങ്ങൾ ഓക്കെ അത് അല്ല അങ്ങനെയുമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്നിലധികം എന്താ പറയാ പക്ഷങ്ങൾ അല്ലെങ്കിൽ അതിന് ഒന്നിലധികം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ when the management introduces any new things or technologies in the organization, some employees may feel എന്താ പറയാ imposing many workforce in them. ചില പുതിയ ടെക്നിക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോണ്ടല്ല ചില ആളുകൾ എംപ്ലോയീസ് എന്ത് ചെയ്യും, അതിനെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുക. പുതിയ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യൻ. കാരണം എന്താ പറയാ, നാടോടുമ്പോ നടുവേ ഓടണമെന്നോ അല്ലെ? അങ്ങനത്തെ ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ ഏത് ഒരു എന്താ പറയാ ജനറേഷനിലാണോ ജീവിക്കുന്നത് ആ ജനറേഷനുമായിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ നടത്തി പോകുന്നു. നമ്മൾ ജനിച്ചപ്പോ ഇതുപോലെ ഇത്രയും ജനിച്ച മുതല് മേ ബി ഉണ്ടായിരുന്നിരിക്കണം കുറച്ചു പേരൊക്കെ, അതല്ലാത്തവരൊക്കെ നമുക്കറിയാം. ഒരു ഏകദേശം എത്ര പ്രായമുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ജനിച്ചു വീണപ്പോ തുടങ്ങി നമ്മൾ ഈ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല അല്ലെ? ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന എന്താ പറയാ മൊബൈൽ ഫോണുകൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ ജനിച്ചപ്പോഴോ നമ്മളിൽ പഠിക്കുന്ന സ്കൂളുകൾ നമ്മൾ പഠിക്കുമ്പോഴോ വി ഹാവ് നോട്ട് യൂസ്ഡ് സച്ച് മെഷീൻസ്, ഇത്തരം മെഷീൻസോ എക്യുപ്മെന്റ്സോ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെങ്കിലും വി നോ ഹൗ ടു ഹാൻഡിൽ ദം ഈസിലി. പക്ഷെ ഇന്നും നമുക്കറിയാം ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചതാണോ, 10 പഠിച്ചതാണോ, അല്ലെങ്കിൽ +1നോ ഡിഗ്രിക്കോ പഠിച്ചതാണോ? ആ സമയത്തൊന്നും ചെറുത് ഇത്രയും കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ എങ്കിലും വി നോ ഹൗ ടു ഹാൻഡിൽ ദം. ഇത്രയും എളുപ്പത്തിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെ? വി ആർ അപ്ഡേറ്റിംഗ് ഡേ ബൈ ഡേ. ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങളെ ഉപയോഗിക്കാൻ അല്ലെ? പണ്ട് അരച്ചിരുന്ന കല്ല് മാറി ഇപ്പൊ മിക്സിയായി. വാങ്ങിച്ചപ്പോ തന്നെ അത് വാങ്ങിക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം. കാരണം വീടുകളിലൊക്കെ എല്ലാവരും വീടുകളിലുണ്ട്. ജനിച്ചു വരുന്ന കുട്ടിക്കും കുറച്ച് കഴിയുമ്പോഴൊക്കെ അവർക്കും അറിയാം. കാരണം എന്താ, സ്വിച്ച് ഇട്ട് ഇങ്ങനെ ഓണാക്കിയാൽ അത് കറങ്ങുമെന്നറിയാം. കാരണം അവരത് കണ്ടു വളർന്നു, വരുമ്പോഴേ തന്നെ കണ്ടു വളരുകയാണ്. പക്ഷെ നമ്മളെങ്ങനെയാ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഇതില് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ചതാ. നമ്മൾ ജനിച്ചപ്പോ തുടങ്ങി കണ്ടു വളർന്നില്ല കമ്പ്യൂട്ടർ മൊബൈലുകളൊന്നും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചില ആളുകൾ ആ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോൾ ദേ ആർ റെഡി ടു ആക്സെപ്റ്റ്. അത് accept ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ there may be a group of employees who may not follow the instructions followed by the management. മാനേജ്മെന്റ് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇതിലേക്ക് മാറണം, നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം. ചിലപ്പോൾ അവർക്ക് അതിന് നെഗറ്റീവ് ആയിട്ട് തോന്നും. എന്തിനാ ഇപ്പൊ അത് കണ്ടോ, അവർക്ക് ആ ഒരു ഫീലിംഗ്. അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചു വെക്കുകയാണ്, ഇത് നമുക്ക് വേണ്ടി വെറുതെ ജോലി ഉണ്ടാക്കാൻ വേണ്ടി തരുന്നതോ അത് ഇതെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നു. മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ അത് ശരിയായിട്ടുള്ള ഒരു എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയെടുത്ത ചില കംപ്ലൈന്റുകളായിരിക്കാം. അതുകൊണ്ടാണ് റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ചിന്തിച്ചെടുക്കുക, ശരിക്കും അങ്ങനെയായിരിക്കില്ല. മാനേജ്മെന്റ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാകില്ല. ഇത് നല്ലതിന് വേണ്ടി കുറച്ച് കൂടുതൽ നോളജ് സ്കില്ല് എംപ്ലോയീസിന് വർദ്ധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം.
അതായിരിക്കാം അവരുടെ ഉദ്ദേശം. പക്ഷെ ഇവർക്ക് തോന്നുന്നു വേറെ ഒരു രീതിയിൽ. സോ അവരെന്ത് ചെയ്യും, ആ തോന്നൽ വെച്ചിട്ട് അയ്യോ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കംപ്ലൈന്റുകൾ ഒക്കെ റേസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്, ഒരു എന്താ പറയാ വ്യക്തിപരമായ ഒരു അനീതിയായിട്ട് ആർക്ക് എംപ്ലോയീസിന് തോന്നുകയാണെങ്കിൽ അപ്പൊ ആ എംപ്ലോയീസും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് റിലേഷനിലും എന്തുണ്ടാകുന്നു, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടർച്ച, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അതാണ് ഗ്രീവൻസ് എന്ന് അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്. കീത്ത് ഡേവിസ് പറയുന്ന ഡെഫിനിഷൻ ആണത്. എന്താണ്? once again, grievance is any real or imagined feeling of personal injustice which an employee has concerning his employment relationship. Clear ആയോ? ഫസ്റ്റ് ഡെഫിനിഷൻ കീത്ത് ഡേവിസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡെഫിനിഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഒരു ഡെഫിനിഷൻ ഇത് ആരുടെയാണെന്ന് ചോദിക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ് ഡാഷ് ഈസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡാഷ് ഗ്രീവൻസ് ഈസ് എനി ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിക്കാം. ചിലപ്പോ ആ ഓതറുടെ പേരായിരിക്കാം ആൻസർ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഗ്രീവൻസ് എന്നുള്ളതായിരിക്കാം ആൻസർ ആയിട്ട് വരാം. രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കാം. അണ്ടർലൈൻ ചെയ്തേക്കണേ. Then the second definition is given by Professor Jusius. Grievance is any discontentment or dissatisfaction, whether expressed or not, whether valid or not, arising out of anything connected with a company that an employee thinks, believes, or even feels is unfair, unjust, and inequitable. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് തന്നെയാണ് ഇതിന്റെ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള മീനിങ് ഇത് തന്നെ. പക്ഷെ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു പ്രൊഫസർ ജൂസിയസ്. ഡിസ്കണ്ടന്റ്മെന്റ് ആണ്, ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഗ്രീവൻസ് എന്ന് പറയുന്നത്. അത് പക്ഷെ എന്താണ്, ആ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, മാനേജ്മെന്റിനോട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ചില ആൾക്കാർ നേരിട്ട് മാനേജ്മെന്റിനെ അന്നേരം തന്നെ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കണമെങ്കിൽ there should be a good relationship between the management and the employee. എങ്ങനെയായിരിക്കും? ഇപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റിനെ നേരിട്ട് ആ കാര്യങ്ങൾ വേഗം അറിയിക്കുന്നു. കാരണം അവർ തമ്മിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആണ്. നമ്മളുടെ കാര്യങ്ങളെ നമ്മൾ പറയുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മുഖവിലേക്ക് എടുക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്ക് വി ക്യാൻ ഷെയർ. ആ ഒരു മൈൻഡാണ് അല്ലെ, ഷെയറിംഗ് ഒരു മൈൻഡ്. മാനേജ്മെന്റ് പറയുന്നത് നമ്മളും എടുക്കുന്നു, നമ്മൾ പറയുന്നത് അവരും സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് അവർ പ്രോബ്ലംസ്, അവർ കംപ്ലൈന്റ്സ്. നമ്മളുടെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ഒക്കെ മാനേജ്മെന്റിനെ എത്രയും പെട്ടെന്ന് നമുക്ക് അറിയിക്കാൻ മടിയില്ല. പക്ഷേ ഇൻ സം കേസസ് ഇത് എല്ലായ്പ്പോഴും നടക്കില്ല. ഇഫ് ദർ ഇസ് നോ cordial or good relationship between the management and the employee may എന്താ പറയാ may not open അല്ലെ, അവരുടേതായ പ്രശ്നങ്ങൾ they may not open to the management, ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് മാനേജ്മെന്റിനോട് ഷെയർ ചെയ്തു വരില്ല. അതാണ് പറഞ്ഞിട്ട് എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. ചിലപ്പോ പരാതികളും അറിയിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. എനിത്തിങ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി, ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങള് ചിലപ്പോ മാനേജ്മെന്റിനെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ എങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പനി എംപ്ലോയി തിങ്സ്, എംപ്ലോയി ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ വിശ്വസിക്കുന്നു, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് അവർ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. എന്തിനെ കുറിച്ച്? ഇറ്റ് ഈസ് അൺഫെയർ, അൺജസ്റ്റിസ്, അല്ലെങ്കിൽ ഇൻഇക്വിറ്റബിൾ, എന്തെങ്കിലും എന്താ പറയാ അനീതിയായിട്ടോ, അല്ലെങ്കിൽ ഇൻഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ തുല്യതയില്ലാത്ത രീതിയിൽ, അസമത്വം, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അസമത്വമായിട്ടോ അൺഫെയർ ആയിട്ടോ തോന്നുന്ന ചില കാര്യങ്ങൾ, അത് തോന്നലാകാം, ചിലപ്പോൾ വിശ്വാസമായിരിക്കാം. അതെന്ത് ചെയ്തിട്ടുണ്ടാകില്ല, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും മാനേജ്മെന്റിന്, അല്ലെങ്കിൽ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിസ്കണ്ടന്റ്മെന്റ്, അതിനെയാണ് ഗ്രീവൻസ് എന്നാണ് പ്രൊഫസർ ജൂസിയസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡെഫിനിഷന്റെ അർത്ഥം മനസ്സിലായോ? എവരിബഡി അണ്ടർലൈൻ ചെയ്തേക്കാം. ആ ഒരു ഡെഫിനിഷനും രണ്ടുപേരും രണ്ട് രീതിയിലാണ്. മറ്റേത് ഒരു കുഞ്ഞു ഡെഫിനിഷനെ പറഞ്ഞിട്ടുള്ളൂ, അതൊരു റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫ്രേസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഇന്നത് ഇന്ന ആളുടെ ഡെഫിനിഷൻ, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. 3 ഡെഫിനിഷൻസ് ഉണ്ട്. കൂടാതെ ഈ ചാപ്റ്ററിൽ വേറെയും ഡെഫിനിഷൻസ് ഡിസിപ്ലിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്തൊന്ന് പഠിക്കാനായിട്ട് എളുപ്പത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡേവിസിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്യാം. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് എന്നുള്ളതിന്റെ ആ ഫ്രേസിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഫസർ ജൂസിയസിന്റെ ഡെഫിനിഷനിലും നിങ്ങൾ പ്രൊഫസർ ജൂസിയസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിനുശേഷം വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്,
വാലിഡ് ഓർ നോട്ട് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കാം, ചിലപ്പോൾ കാര്യമുള്ള കാര്യമായിരിക്കും, വാലിഡ് ആയിരിക്കാം, അല്ലാതിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചിന്തിക്കാം, ചിലപ്പോൾ ഒരു വിലയില്ല, ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും ഞാൻ ചിന്തിക്കണേ. അത് ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് കൊണ്ടെടുക്കുക. അത് ഇങ്ങനെ കിടന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രതിഫലിക്കുക, മര്യാദയ്ക്ക് ജോലി ചെയ്യാണ്ടിരിക്കുക, നേരത്തിനും കാലത്തിനും വരാതിരിക്കുക, ആവശ്യമില്ലാത്ത ലീവ് എടുക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ, കുറെ കഴിയുമ്പോൾ പഠിക്കുക എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ഡെയിൽ യോധർ ആണ്. ഡെയിൽ യോധർ പറയുന്നത് അക്കോർഡിംഗ് ടു ഡെയിൽ യോധർ, grievance is a written complaint filed by an employee and claiming unfair treatment. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഡെയിൽ യോധർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രീവൻസ് ഇസ് എ written complaint. അപ്പൊ എന്താ ഗ്രീവൻസ് എന്ന് പറയുന്നത് ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയാണ്. ആരുടെ? എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ, അല്ലെ? ഒരു എംപ്ലോയി ആയിരിക്കാം, ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കാം. ഇവര് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് മാനേജ്മെന്റിന് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ക്ലെയിമിങ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് എന്താ പറയാ, അൺഫെയർ എന്ന് പറഞ്ഞാൽ ഫേവർ അല്ലാത്ത, എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ നമ്മളെ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാരണം കാണിച്ചുകൊണ്ട് മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്ന ഒരു റിട്ടേൺ കംപ്ലൈന്റ് അതിനെയാണ് ഗ്രീവൻസ് എന്നാണ് ഡെയിൽ യോധറിന്റെ അഭിപ്രായം. ക്ലിയർ ആയോ? അവിടെ നമുക്ക് ക്ലെയിമിങ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്നുള്ള ആ ഒരു ഫ്രേസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ ഡെയിൽ യോധറിന്റെ ഇതിനകത്ത് ആ ഡെഫിനിഷനിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഫ്രേസ് ആണ് ക്ലെയിമിങ് അൺഫെയർ ട്രീറ്റ്മെന്റ്. പിന്നെ റിട്ടേൺ കംപ്ലൈന്റും ഉണ്ട്, അതും വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ആ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ അത് ഡെയിൽ യോധറിന്റെ ഡെഫിനിഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തോ? ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പറയാനും ചോദിക്കാണ്ടെങ്കിലും ചോദിക്കാട്ടോ. ചോദിക്കാൻ മീൻസ് അല്ല, ഇത് മനസ്സിലാകുന്നില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി പറയാം. ഓക്കെ, യെസ്. അപ്പൊ പറയുമ്പോ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ കുറച്ചു പേരൊക്കെ ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കി മുന്നോട്ട് പോകുന്നത്. ഇഫ് എനിബഡി ആസ്ക് ടു റിപ്പീറ്റ് വൺസ് അഗൈൻ, ഐ വിൽ ഡു ഇറ്റ്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ അവര് പറഞ്ഞതുകൊണ്ട് ഇനി ടീച്ചർക്ക് എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല, വളരെ ഈസി ചാപ്റ്റർ ആണ്. കാരണം കംപ്ലൈന്റുകൾ, പരാതിയില്ലാത്ത മനുഷ്യനുണ്ടോ അതും തന്നെ ഒന്ന് ആലോചിച്ച് വെക്കാൻ മതി, അല്ലെ? മനുഷ്യൻ ഒരിക്കലും പരാതി കൊണ്ട് വെരി ഗുഡ് മനുഷ്യൻ പരാതി ഇല്ലാത്ത മനുഷ്യനില്ല. ഏത് മേഖലയിൽ നമ്മൾ നോക്കിയാലും, ഈവൻ നമ്മളുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഹൗസിൽ, നമ്മുടെ വീട്ടിലകത്തുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്ന് കൺസിഡർ ചെയ്താലും പല കാര്യങ്ങൾക്കും നമുക്ക് പരാതി എല്ലാ രീതിയിലും കണ്ടന്റ്മെന്റ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമോ ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഇസ് ദ ആൻസർ, അല്ലെ? ഇല്ല, കാണാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പരാതികളും പരിഭവങ്ങളും ഉണ്ട്. മേ ബി എക്സ്പ്രസ്ഡ് ആയിരിക്കാം, നോട്ട് എക്സ്പ്രസ്ഡ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയും. ചില പരാതിയൊക്കെ നമ്മൾ എന്ത് വീട്ടിലൊക്കെ ആണെങ്കിൽ ചില പരാതികൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ മുന്നേ അറിയിക്കും. ചിലപ്പോൾ നമ്മളതൊക്കെ ഉള്ളിൽ കിടയുന്നുണ്ട്, എന്തിനാ പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല, ഒരു ഗുണമില്ല എന്ന് വിചാരിച്ച് നമ്മളെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കും. പക്ഷെ ആ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കുമ്പോഴാണ് പ്രശ്നം വരിക. അത് നമ്മളുടെ എപ്പോഴെങ്കിലും അത് ഇങ്ങനെ പ്രതിഫലിച്ച് കാണും. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയിലായിരിക്കാം അത് പ്രതിഫലിച്ച് കാണാം. സോ അത് നല്ലതല്ല, അല്ലെ? നമ്മൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യുക. പാവേ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. പക്ഷെ അത് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മളുടെ ചില അവസ്ഥകൾ നമ്മളെ സമ്മതിക്കില്ല, അല്ലെ? പ്രത്യേകിച്ച് ലേഡീസ്, അല്ലെ? പെൺകുട്ടികളും അതുപോലെ തന്നെയാണ്. കാരണം അങ്ങനെ നമ്മൾ അതങ്ങനെ കുറച്ചും ഇങ്ങനെ ഒതുക്കി വെക്കാൻ നോക്കും. ഓക്കെ, then another definition which is given by International Labour Organization, ILO. അതിന്റെ ഷോർട്ട് ഫോം അതാണ്. അവര് പറയുന്നത്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നു, ഗ്രീവൻസ് ഈസ് എ കംപ്ലൈന്റ് ഓഫ് one or more workers in respect of wages, allowances, conditions of work and interpretation of service stipulations covering such as areas of overtime leave, transfer, promotion, security, job assignment and termination of service. ഇതൊരു വലിയ ഡെഫിനിഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പരാതികൾ, പരിഭവങ്ങൾ. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികളും പരിഭവങ്ങളും ഉണ്ടാകും എന്നതുകൂടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ 3 പേരും, കീത്ത് ഡേവിസും പ്രൊഫസർ ജൂസിയസും ഡെയിൽ യോധറും പറഞ്ഞ ഡെഫിനിഷൻസിൽ അവര് നമ്മളിങ്ങനെ പറഞ്ഞോളൂ, പരാതികളാണ്,
പരിഭവങ്ങളാണ്, അതിങ്ങനെ റിട്ടേൺ കംപ്ലൈന്റ് ആണ്, ഡിസാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവര് കൃത്യമായി അത് വെളിപ്പെടുത്തിയില്ല. എന്തിനെ സംബന്ധിക്കുന്ന പരാതി? വീട്ടിലുള്ള എല്ലാ ആൾക്കാരെ കുറിച്ചുള്ള പരാതിയാണോ? നമ്മുടെ പേഴ്സണൽ വീട്ടിലുള്ള ആളുകളെ കുറിച്ചുള്ള പരാതികളാണോ? കൊച്ചു പറഞ്ഞാൽ കേൾക്കാനുള്ള, അല്ലെങ്കിൽ കൊച്ചു പഠിക്കുന്നില്ല, ഇതാണോ പരാതി? ഇതൊന്നുമില്ല. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ്. അത് എന്ത് പരാതി പരിഭവം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ. എന്താണ്? അപ്പൊ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്, വൺ ഓർ മോർ വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഒരാൾക്കോ ഉണ്ടാകുന്ന പരാതികൾ എന്തിനെ സംബന്ധിക്കുന്നത്? റിഗാർഡിംഗ് ദെയർ വേജസ്, അവരുടെ കൂലിയെ സംബന്ധിക്കുന്നതാകാം. അവരുടെ അലവൻസസ്, നമുക്ക് ജോലിക്ക് കയറിയപ്പോ അവര് പറഞ്ഞു ഇന്ന അലവൻസ് തരും, PA തരും, DA തരും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും കിട്ടാനുള്ള. അപ്പൊ അവര് പരാതിയായിട്ട് പറയും, അറിയൂലേ? നമ്മൾ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് കയറുകയാണ്. അപ്പൊ ജോലിക്ക് കയറുമ്പോൾ പറയും നിങ്ങൾക്ക് TA പ്രൊവൈഡ് ചെയ്യും, ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ മാസത്തിൽ ട്രാവലിംഗിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക തരാന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ജോലിക്ക് കയറി 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടും ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ് എന്ന് വിചാരിക്കുക. അത് തരാന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. സാധാരണ പറഞ്ഞിരുന്ന ശമ്പളം മാത്രം തരുന്നു. സോ എന്ത് പറ്റും? നമ്മൾ പരാതി ഉയർത്തും, ഇല്ലേ? എങ്ങനെയാണല്ലോ ഞങ്ങളോട് ജോലിക്ക് ചേർന്നപ്പോ പറഞ്ഞേ, പക്ഷെ അത് തരുന്നില്ലല്ലോ. പറയൂലേ? പറയൂലെന്നാവോ? നിങ്ങൾ പറയോ? പറയും. തീർച്ചയായിട്ടും എംപ്ലോയീസ് എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് അത് ആ ഒരു പരാതി റേസ് ചെയ്യും, അതൊരു കംപ്ലൈന്റ് ആയിട്ട് റേസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യും, ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങളോട് കയറിയപ്പോ, അപ്പൊ പക്ഷെ അത് കിട്ടുന്നില്ല, കണ്ടോ? അപ്പൊ അതിനെ സംബന്ധിക്കുന്നതാകാം. കണ്ടീഷൻസ് ഓഫ് വർക്ക് കണ്ടീഷൻസ്, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള വ്യവസ്ഥയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ആ വ്യവസ്ഥകൾ ഇവിടെ ഇല്ല, നടപ്പിലാക്കുന്നില്ല. അപ്പോഴും എംപ്ലോയീസിന്റെ ഇടയിൽ പരാതികൾ ഉണ്ടായിരിക്കാം, അല്ലെ? പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിപ്പുലേഷൻസ്, അവർക്ക് ജോലി ചെയ്യുന്ന കാര്യമൊക്കെയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നു. അതിലെന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പക്ഷെ അത് അങ്ങനെയല്ല എന്ന് മാനേജ്മെന്റ് പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങളാകാം. പിന്നെ മറ്റു ചില ഏരിയാസ്, ഇവരുടെ ഓവർ ടൈമുമായി ബന്ധപ്പെട്ട്, ഓവർ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാധാരണ വർക്കിംഗ് ടൈമിന്റെ എക്സ്ട്രാ നമ്മൾ ഇപ്പൊ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിനെ ഇങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ടായി, പക്ഷെ അത് നടപ്പിലാക്കുന്നില്ല. ഓക്കെ. പിന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഞാൻ ഒത്തിരി ദൂരെന്നൊക്കെ ജോലിക്ക് വരുന്നു, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒന്ന് ജോലി തരണം എന്നൊക്കെ പരാതി ആളുകൾ പറയുന്നു, എംപ്ലോയീസ് പറയുന്നു. അങ്ങനെ അത് കൺസിഡർ ചെയ്യാമെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കണം തീർച്ചയായിട്ടും, അല്ലെ? ഇത്രയും ദൂരെന്ന് ഒത്തിരി എന്താ പറയാ പൈസ ചെലവാക്കി ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നു, പക്ഷെ ആ സ്റ്റേ ചെയ്തതിന്റെ പൈസ പോലും റെന്റ് പോലും കൊടുക്കാനായിട്ട് ഈ കിട്ടുന്ന ശമ്പളത്തെ കഴിയുന്നില്ല, ഉണ്ടോ? ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആയി അവരൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ പ്രൊമോഷൻ അർഹിക്കുന്ന എംപ്ലോയീസിന് കൊടുക്കണം. എക്സ്പീരിയൻസ് ഓഫ് വർക്ക് കൊണ്ട് അടക്കി വെച്ചിട്ട് നമ്മൾ പുതിയതായി നേടിയെടുത്ത എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ കൊണ്ട് എംപ്ലോയീസ് ഹാവ് ടു ബി പ്രൊമോട്ടഡ്, ഇറ്റ് ഷുഡ് ബി ഗിവൺ, അല്ലെ? പ്രൊമോഷൻ കൊടുക്കേണ്ട എംപ്ലോയീസിന് കൃത്യമായ സമയത്ത് പ്രൊമോട്ടഡ് ആക്കണം, അവരെ കുറച്ചുകൂടി സ്ഥാനം കയറ്റാണ്. ഓക്കെ, അതുപോലെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ സെക്യൂരിറ്റി, നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോബിൽ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെ? ഒരു സുരക്ഷിതത്വ ബോധം. പിന്നെ നമ്മുടെ ജോബ് അസൈൻമെന്റ്, എനിക്ക് തന്നേക്കുന്ന ജോലി എനിക്ക് ഇത് ചെയ്യാനേ എനിക്ക് അറിയുള്ളൂ, നീ പഠിപ്പിക്കാനേ അറിയുള്ളൂ, എന്നിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് അത് വേണ്ട, നമുക്ക് ഇവിടെ അതല്ല വരുന്നത്, ഇപ്പൊ വേറെ സ്ഥലത്ത് വരുന്നു പറഞ്ഞ് വേറെ നമുക്ക് അതില്ലാത്തൊരു മേഖല കൈകാര്യം ചെയ്യാൻ തന്നാൽ എംപ്ലോയീസിന്റെ മനസ്സിൽ ആ ഒരു വിചാരം ഉണ്ടാവില്ലേ, എനിക്ക് അറിയില്ല, എനിക്ക് ടെൻഷൻ ആകും, അല്ലെ? ദേഷ്യം തോന്നും, എനിക്ക് ഇതിന് അല്ല കുറച്ചുകൂടി സ്കിൽ ഉള്ളത് അല്ലെങ്കിൽ നോളജ് ഉള്ളത് ഇന്നത് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ജോബ് അസൈൻ ചെയ്യുന്ന കാര്യത്തില് ഇങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടാകാം. ഓൾസോ ടെർമിനേഷൻ ഓഫ് സർവീസ്, അതായത് എന്താ പറയാ ജോലിയൊക്കെ അവസാനിച്ചു പിരിച്ചുവിടുന്ന, സർവീസ് തീർന്നു, ആ ഒരു കാലയളവിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ എന്താ പറയാ എംപ്ലോയീസിന് നേരിടുകയാണെങ്കിൽ, ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനോ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം കംപ്ലൈന്റുകളെ ആണ് ഗ്രീവൻസ് എന്നാണ് ആര് പറയുന്നത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ കുറെ പോയിന്റുകൾ ഉണ്ടല്ലോ, വേജസ്, അലവൻസസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് വർക്ക്, ജോബ് അസൈൻമെന്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെ ചേർന്നതുകൊണ്ട് ആ വാക്കുകളൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്യാമോ? ചെയ്തോ?
ഒന്ന് വായിച്ചു നോക്കൂ അവിടെ വരെ. ഇപ്പൊ നമ്മള് ഇന്നെടുത്ത ആ കുഞ്ഞു വലിയ പാരഗ്രാഫും ആ 4 പേര് കൊടുത്ത ഡെഫിനിഷൻസും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം വായിക്കാൻ ഞാൻ സമയം തരും, 2 പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി. പഠിക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്താൽ. കഴിയുമ്പോ പറയണേ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് HR മാനേജ്മെന്റ് തന്നെയാണ് അല്ലേ? ചോദിച്ചേ. അതെ, HR-ന്റെ അണ്ടറിൽ വരുന്നതല്ലേ? അതായത് HR-നോട് ചെന്ന് പരാതികളും കാര്യങ്ങളും ഒക്കെ പറയാന്നുള്ളതല്ലേ? ഡയറക്റ്റ് മാനേജറിനോടല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതായത് അവരോട് ഇപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ. കാരണം ഈ ഗ്രീവൻസുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ ഒരു ടീമുണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയ വലിയ ഓർഗനൈസേഷനിൽ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. നമ്മൾ ഇതിന്റെ പോകെ പഠിക്കും. ഓക്കെ, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ ചില ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഡയറക്ട്ലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംപ്ലോയീസിനുണ്ടാകുന്ന പരാതികൾ ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് മാത്രമായിരിക്കും എത്തുക. പക്ഷെ since the number of employees are increased in some organizations, there is a particular group. It's called grievance handling committee. അതിനൊരു കമ്മിറ്റി തന്നെ ഉണ്ടായിരിക്കും ഓർഗനൈസേഷൻ. So it will be passed on to them. അവരിലേക്ക് ആയിരിക്കും കൊടുക്കുക. സംടൈംസ് ഇത് HR ആംഗിളെ ഇത് കേൾക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് അവരാണെങ്കിൽ അതിൻ്റെതായ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അവരെ സമീപിക്കേണ്ടാവുക. ഇതുപോലെ ലേബേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇനി കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ളത്, അപ്പൊ അവർക്ക് അതിൻ്റെതായ ഇത് കിട്ടുന്നില്ല, വേജസ് കിട്ടുന്നില്ല, അവർക്ക് ഓവർ ടൈം ചെയ്തിട്ട് ഇത് കൊടുക്കുന്നില്ല. ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുമ്പോൾ അവർ അതിൻ്റെതായ ലോയിൽ അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഇത് കംപ്ലീറ്റ്ലി ഇത് HR-ന്റെ അണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ ചെറിയ ഫേംസിലൊക്കെ HR-ഉം ഹാൻഡിൽ ചെയ്യും. പിന്നെ കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ള ഇതിൻ്റെതായ ഒരു ടീം ഉണ്ടല്ലേ? അതല്ലേ പറഞ്ഞു. അത് കൂടുതൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. ജസ്റ്റ് നമ്മളിപ്പോ ഗ്രീവൻസ് മാനേജ്മെന്റും അതെങ്ങനെയാണെന്നുള്ളതും ഗ്രീവൻസ് എന്താണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഇതവര് ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ നമുക്ക് വിശദീകരണങ്ങളുണ്ട്. മൈൻഡിൽ വന്നുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ശരി ശരി, താങ്ക് യു. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും? യെസ്. സോ ഇനി നമ്മള് let's see which are the forms of grievance. Grievance ഏതൊക്കെ രീതിയിലുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ രൂപത്തിൽ ഗ്രീവൻസ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാം, ഏതൊക്കെ ഫോമില്, മനസ്സിലായി? ഫോംസ് ഓഫ് ഗ്രീവൻസുകളാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫാക്ച്വൽ ഗ്രീവൻസ്, നെക്സ്റ്റ് വൺ ഇമാജിനറി ഗ്രീവൻസ്, ആൻഡ് the third one is disguised grievance. 3 ഫോം ആണ് ഗ്രീവൻസിനുള്ളത്. ഫാക്ച്വൽ ഗ്രീവൻസ്, ഇമാജിനറി ഗ്രീവൻസ് ആൻഡ് disguised grievance. അപ്പൊ എന്താണ് ഇതൊക്കെ? അവിടെ എഴുതിയിരിക്കുന്ന ഐ തിങ്ക് ഫാക്ച്വൽ എന്നാണ്. FR ഇല്ല കേട്ടോ. F ഒന്ന് സോറി R ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. FACTUAL എന്നാണ്. ഒന്ന് കറക്റ്റ് ചെയ്യണേ. FR ഇല്ല, R ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം, വെട്ടിയേക്കാൻ. See, what do you mean by factual? Factual എന്ന് പറയുന്നത് വാസ്തവം അല്ലെ? ഫാക്ച്വൽ ഗ്രീവൻസ് ആണ്. എന്താന്ന് നോക്കാം. See,
while entering into an employment or a job, there will be a contract or agreement between the employer and the employee based on the employment contract. നമ്മളിപ്പോ ഒരു ജോലിക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ഇവിടെ ഇപ്പൊ ജോലിക്ക് എടുക്കുമ്പോൾ എംപ്ലോയറും ഞാൻ എന്ന് പറയുന്ന എംപ്ലോയി തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. ഇന്ന കാര്യത്തിനാണ് നമ്മളെ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ കുറെ കാര്യങ്ങൾ ഇന്നത് ഇങ്ങനെയൊക്കെയാ കാര്യങ്ങള് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ആൻഡ് ഇഫ് ഐ അഗ്രി ഓൾ ദ കണ്ടീഷൻസ്, ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എഗ്രി ചെയ്താൽ വി മെയ്ഡ് എ കോൺട്രാക്ട്. നമ്മൾ ഒരു കോൺട്രാക്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇതൊക്കെ ചെയ്തോളാം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ആ ഒരു കോൺട്രാക്ട് ബേസിസ് ഓർഗനൈസേഷനിലെ നമ്മുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ബേസിസിലാണ് there will be a relationship between the employer and employee. And in that employment contract, our employment contract, there will be some laws, norms or conditions which the employee expects from the organization. അതായത് നമ്മൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ അഗ്രിമെന്റ് അനുസരിച്ച് കോൺട്രാക്ട് അനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാമെന്നുള്ള അർത്ഥത്തിൽ നമ്മളത് എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യാമെന്നുള്ള ഒരു അഗ്രിമെന്റിൽ നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ജോയിൻ ചെയ്യുന്ന അതേ സമയത്ത് എംപ്ലോയി ഹാവ് സം എക്സ്പെക്ടേഷൻസ്. അവന്റേതായ ചില പ്രതീക്ഷകളുണ്ട്. എന്ത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എന്റേതായ ചില ആവശ്യങ്ങള് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മളിവിടെ ജോലിക്ക് വരുന്നത്. ഓക്കെ, പക്ഷെ when these expectations are not met by the organization, the employee gets disappointed. എന്ത് പറ്റും? അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവരുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, എഗ്രി ചെയ്യുന്നു. ആൻഡ് ഐ എം എൻറ്ററിംഗ് ഇൻ ടു ദ ബിസിനസ്സിലെ ജോലിക്ക് വേണ്ടി ഞാൻ ജോയിൻ ചെയ്യുന്നു. while I am entering here, I have some expectations to meet my requirements. എന്റേതായ ചില ആവശ്യങ്ങൾ കൂടി നിറവേറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ജോലിക്ക് വരുന്നത്. എന്റെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെ, എനിക്കൊരു ബെറ്റർ ഇൻകമിന് വേണ്ടിയിട്ടായിരിക്കാം, എനിക്കൊരു സ്റ്റാറ്റസ് എമംഗ് ദ സൊസൈറ്റിയിൽ ഒരു നല്ല ഒരു സ്ഥാനം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജോലി ഉണ്ട് എന്നുള്ളത് മനുഷ്യന്മാർക്ക് ഒരു സ്റ്റേറ്റസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരു ആളുകൾ ചോദിക്കുമ്പോ ഇത്രയൊക്കെ പഠിച്ചു ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ അല്ലെ, ഒരു ജോലി ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു അഭിമാനമാണ് അല്ലെ. അത്തരം ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരിക്കാം. സോ ഓൾ ദീസ് ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഒരു ജോലിക്ക് കയറുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇത്ര സാലറി കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യും, എനിക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ എന്റെ ഓർഗനൈസേഷനിൽ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യും, എനിക്ക് എന്റെ വർക്കേഴ്സിനൊപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ എന്താ പറയാ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ while entering into the business and these expectations are not met, എന്നാൽ ഞാൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടപ്പിലാകുന്നില്ല, എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ്, എന്റെ പ്രതീക്ഷകളൊന്നും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എങ്കിൽ the employee gets dissatisfied. എന്ത് പറ്റും? എനിക്ക് നിരാശയാകും, ഡിസപ്പോയിന്റഡ് ആകും. എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു, ഇത്തിരി പ്രതീക്ഷിച്ചാ വന്നത്, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാകുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് നിരാശ തോന്നും. ഈ ടൈപ്പ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്, ആ ഒരു നിരാശയെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? എന്താണ് ഫാക്ച്വൽ ഗ്രീവൻസ് എന്നാണ് അതിന് പേര് പറയുക. That means the employee, while entering into a business organization for any particular job, he expects many things. And he also have some expectations to meet his requirements, future requirements. ഭാവിയിലുള്ള ചില ആവശ്യങ്ങൾ തീർക്കാം അല്ലെങ്കിൽ നടപ്പിലാക്കാം, എന്റെ പ്രതീക്ഷകൾ എനിക്ക് എന്താ പറയാ ഫുൾഫിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ആ പ്രതീക്ഷകൾക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ഒത്ത് കാര്യങ്ങൾ നീങ്ങിയില്ല എങ്കിൽ, എന്റെ പ്രതീക്ഷകളൊന്നും ഇവിടെ നടപ്പിലാകുന്നില്ല എങ്കിൽ, അപ്പോൾ എന്തുണ്ടാകും? എംപ്ലോയിക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്യും. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാക്ച്വൽ ഗ്രീവൻസ് ഉണ്ടാകാനുള്ള സാധ്യത? അതിനുള്ള കാരണം, റീസൺ എന്ന് പറയുന്നത് മേ ബി ദ ഇംപ്ലിമെന്റേഷൻ, ഫോൾട്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓർഗനൈസേഷണൽ പോളിസീസ്. ഓർഗനൈസേഷൻ ശരിയായ രീതിയിലുള്ള കാര്യങ്ങള്, രീതികള് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഫോൾട്ട് ആയിട്ടുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നേക്കുന്നതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അപ്പൊ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കും. സി, നമ്മൾ വൈ വി ആർ ജോയിനിങ് ദ ഓർഗനൈസേഷൻ ഫോർ എനി ജോബ്, ജോലിക്ക് വേണ്ടി ഞാനിവിടെ ജോലി ചെയ്യുന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് ഫസ്റ്റ് ഇയറിൽ യുവർ സാലറി വിൽ ബി ദിസ്
മന്ത്ലി നിനക്ക് 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ മന്ത്ലി സാലറി തരാം ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ആഫ്റ്റർ എ ഇയർ, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ there will be 5% increase in your salary അല്ലെങ്കിൽ 2% increase in your salary. നിന്റെ സാലറിയിൽ ഒരു 2% അല്ലെങ്കിൽ 5% വർധനവ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു വർഷം കഴിയുമ്പോൾ കേട്ടോ. അപ്പൊ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ 1 ഇയർ അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യാമല്ലോ എന്ത്, ഈ വർഷം മാത്രം ഇത്രയും, അടുത്ത വർഷം തുടങ്ങി എനിക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. പക്ഷേ ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് പ്രൊവൈഡിങ് വിച്ച് ഈസ് ഓഫേർഡ്, ആ ഓഫർ ചെയ്തിരിക്കുന്ന കാര്യം അത് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അതായത് ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു, നെക്സ്റ്റ് ഇയർ ഓഗസ്റ്റ് 1-ാം തീയതി വരുമ്പോഴേക്കും ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എത്തിയിരിക്കും അടുത്ത മാസം തുടങ്ങി എനിക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിക്കും, അതനുസരിച്ച് എന്റെ ബഡ്ജറ്റ് ഞാൻ തയ്യാറാക്കും, ഒരു ഇത്തിരി രൂപ കൂടി കൂടുതൽ ഇടുക. അപ്പൊ എനിക്കൊരു ബഡ്ജറ്റിൽ കുറച്ചും കൂടി പുതുക്കി എന്റെ റിവ്യൂ ചെയ്യാം, നേരത്തെയുള്ള ബഡ്ജറ്റിലും കുറച്ചുകൂടി, കാരണം എന്താ കുറച്ച് ഇൻക്രീസ് ഇൻ സാലറി ഉണ്ടല്ലോ, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കും. പക്ഷേ ഫാക്ട് വന്നപ്പോ വാസ്തവത്തിൽ വന്നപ്പോ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല ആ പൈസ, അത് തന്നെ പണ്ടത്തെ തന്നു, അപ്പൊ സാലറി കിട്ടി അത് തന്നെ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അപ്പൊ എന്റെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി അല്ലെ. ഐ ഫെൽറ്റ് ഡിസപ്പോയിന്റഡ്. അതനുസരിച്ച് എനിക്ക് എന്ത് പറ്റി, നിരാശ തോന്നി. ആ നിരാശ അതിനെയാണ് നമ്മൾ ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുന്നത്, അതാണ് ഫാക്ച്വൽ ഗ്രീവൻസ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അത് എക്സാമ്പിൾ പറഞ്ഞപ്പോ കുറച്ചുകൂടി നന്നായി മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. The relationship of employer and employee is based on the organization's employment contract. പിന്നെ അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. It is the employment contract which specifies the norms that define the limits of employee's expectations of the organization to meet his requirements and expectations. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. When these expectations are not met by the organization, the employee gets disappointed with his job. This type of disappointment is known as factual grievance. ഇത് വളച്ചൊടിച്ച് ഒരു സെന്റൻസ് പോലെ ക്വസ്റ്റ്യൻ പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ രണ്ടാമത്തെ സെന്റൻസ് തുടങ്ങി. ഓക്കെ, അപ്പൊ രണ്ടു തുടങ്ങി ഫാക്ച്വൽ ഗ്രീവിയൻസ് വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒറ്റ സെന്റൻസ് ആക്കി നമുക്ക് ഫാക്ച്വൽ ഗ്രീവിയൻസിന്റെ ഇതാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ സെന്റൻസ് ആക്കാനൊക്കെ പറ്റും. നിങ്ങൾ അത് വായിച്ചു നോക്കിയേക്കാം. യെസ്, സെക്കൻഡ് പോയിന്റ് കൂടി വേഗം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അടുത്തത് എന്താ? ഇമാജിനറി ഗ്രീവൻസ് ആണ്. ഇമാജിനറി എന്നുള്ള വാക്കിൽ തന്നെയുണ്ട്. എംപ്ലോയീസ് വെറുതെ ഇമാജിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആക്ച്വൽ അല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് എംപ്ലോയി എന്ത് ചെയ്യുന്നത്, എംപ്ലോയിക്ക് ഉണ്ടാകുന്ന ഒരു റോങ് പെർസെപ്ഷൻ, തെറ്റായ ധാരണ, മിഥ്യാധാരണ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം, ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ, എവിടെന്നെങ്കിലും കിട്ടിയാൽ തെറ്റായ ഇൻഫോർമേഷൻ, ഇത് വെച്ചിട്ട് വെറുതെ ഇരുന്ന് മനസ്സിലാലോചിച്ച് കൊണ്ടുവന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ എംപ്ലോയിക്ക് ഒരു തോന്നൽ, എങ്ങനെ ആരെങ്കിലും തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന്റെ മുഖേനയോ നമ്മൾ തന്നെ തെറ്റായി ധരിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമോ നമ്മുടെ തെറ്റായ മനോഭാവമോ എന്നിലേക്ക് ചില ആളുകളിൽ ഗ്രീവൻസുകൾ ഉളവാക്കാം. അതിനെയാണ് നമ്മൾ ഇമാജിനറി ഗ്രീവൻസ്, നെയിം ഇൻഡിക്കേറ്റ്സ്, ആ നെയിം പോലെ നമുക്ക് മനസ്സിലാക്കാം, സങ്കല്പിച്ചുകൊണ്ടുള്ള ചില പരാതികളും പരിഭവങ്ങളാണ്. ഇതൊരു റോങ് പെർസെപ്ഷൻ ആണ്. അതായത് എന്താ പറയാ, ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നു. മനസ്സിലായത്? അത് അത്തരം എന്താ പറയാ ഗ്രീവൻസ് അത് നമ്മൾ അധികം നാൾ വെച്ച് പഠിപ്പിക്കാൻ പാടില്ല. കാരണം അതങ്ങനെ കിടക്കും, അതൊരു ലോങ് ടേം പ്രൊസീജിയർ ആയിട്ട് കിടക്കും. കാരണം എന്താ, തെറ്റായ കാര്യമാണെന്ന് നമുക്കറിയാം. ആരെങ്കിലും തന്നിരിക്കുന്ന തെറ്റായ ഇൻഫോർമേഷൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കാണ്. പക്ഷെ നമുക്ക് ധൈര്യമില്ല, ഇത് ശരിയാണോ, ആരെങ്കിലോട് ഒന്ന് ഷെയർ ചെയ്യാനോ മാനേജ്മെന്റിലേക്ക് ഇൻഫോം ചെയ്യാനോ നമുക്കൊരു ധൈര്യമില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യും, അതങ്ങനെ ഒരു ലോങ് ടേം പ്രൊസീജിയർ ആയിട്ട് അവിടെ തന്നെ കിടക്കും. സോ ഇറ്റ് വിൽ ഡെവലപ്പ് ടു എ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷൻ തന്നെ നെഗറ്റീവ് ഇമേജിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? അത് അങ്ങനെ പോയി ഇറ്റ് വിൽ റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കാര്യക്ഷമത, ജോലി ചെയ്യാനുള്ള, ഇപ്പൊ എന്നെ കുറിച്ച് മോശം എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം മാനേജ്മെന്റിനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് പറയുന്നു, മാനേജ്മെന്റ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം,
പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതിലേക്ക് ആരെങ്കിലും പാസ് ചെയ്തത് അതെന്റെ മനസ്സിൽ അങ്ങനെ ഇങ്ങനെ കിടന്ന് എന്ത് ചെയ്യും, ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ കിടക്കുകയും ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ മൈ ജോബ്, ഞാൻ ചെയ്ത ജോലിയെ അത് ബാധിക്കുകയും ചെയ്യും. കാരണം എന്താ, അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും, അയ്യോ അങ്ങനെ എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചിന്തിച്ചല്ലോ, അങ്ങനെ അവര് ഇതാക്കിയല്ലോ എന്ന് പറയുമ്പോ ആ ചിന്ത എന്നെ ജോലി തന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ എന്താ പറയാ എനിക്ക് ഒരു ഇത് തരില്ല. ഓക്കെ, ആ ഒരു ജോലിയിൽ അത് എന്ത് ചെയ്യും, അത് എഫിഷ്യൻസിയെ ബാധിക്കും. സോ ദീസ് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ഷുഡ് ബി dealt with efficiently or immediately. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഗ്രീവൻസുകളെ ഹാൻഡിൽ ചെയ്യണം. ഇതിന് ഇമാജിനറി ഗ്രീവൻസ് കുറച്ച് അപകടം നിറഞ്ഞ ഗ്രീവൻസ് ആണ്. ഓക്കെ, ഫാക്ച്വൽ ഗ്രീവൻസിനേക്കാൾ കുറച്ചുകൂടി അപകടകാരിയാണ് ഇമാജിനറി. മനുഷ്യന്മാർ വെറുതെ തെറ്റായ രീതിയിലുള്ള മനോഭാവം കൊണ്ട്, തെറ്റായ ഇൻഫർമേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രീവൻസ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി dealt with immediately. പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യണം. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം. അതിന്റെ അകത്ത് തന്നെ വീണ്ടും അടുത്ത സെന്റൻസിൽ മൂന്നാമത്തെ കേട്ടോ, ഇറ്റ് മേ ഡെവലപ്പ് എ നെഗറ്റീവ് ഇമേജ്. ഇറ്റ് മാറ്റി അവിടെ ഇമാജിനറി ഗ്രീവൻസ് ഒന്ന് ചേർത്ത് വായിക്കണം. ഇറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇമാജിനറി ഗ്രീവൻസിനെയാണ്, അതുകൊണ്ട് അത് ഒന്ന് മാറ്റി വായിക്കണം. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, വർക്ക് എഫിഷ്യൻസി വരെ. ഓക്കെ അല്ലേ? ഇമാജിനറി വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ ഫോം ഓഫ് ഗ്രീവൻസ് വിൽ ബി സ്റ്റഡിങ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, സോ സീ യു, ബൈ. അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ, വേഗം പോട്ടെ. താങ്ക് യു.